നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ ഈ താഴെ കാണുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? എന്ത് ദയനീയമായ ഒരു കാഴ്ചയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അടൂര് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടിയപ്പോൾ അവിടെ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നിരുന്ന സുഹൃത്തുക്കളുടെ ഒരവസ്ഥ നിങ്ങൾ ഒന്ന് നോക്കും. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും അതിൻ്റെ വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ അവിടെ ജോലി ചെയ്തിട്ട് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ വളരെ സങ്കടമായ ഒരു അവസ്ഥ തോന്നി. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇതൊന്ന് എത്തിച്ചത്. ഇതിൽ നമ്മുടെ ഇങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അത് അടിയന്തരമായിട്ട് സർക്കാർ വൃത്തങ്ങൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളറിയാതെ, ഇതിപ്പം കുറച്ച് എസ്റ്റാബ്ലിഷ്ഡായി വർഷങ്ങളായി നടക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് എല്ലാവരും അതിൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ നമ്മൾ അറിയപ്പെടാത്ത എത്രയോ സ്ഥാപനങ്ങൾ ഇതുപോലെ ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പോകുന്നു. അവിടെ അതോടൊപ്പം തന്നെ എത്ര കുടുംബങ്ങളുടെ ജീവിതമാണ് ഇതുപോലെ അനാഥമായി പോകുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കണ്ട് പെട്ടെന്നൊരു സ്ഥാപനം നിലയ്ക്കുമ്പോൾ അവിടെ ജോലി ചെയ്തു വരുന്ന ആൾക്കാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. ഇതിന് പ്രധാന ഒരു കാരണം ഇപ്പോൾ ഓൺലൈൻ മേഖലകൾ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ആളുകൾ കൂടുതലും നമ്മൾ ഓൺലൈൻ മേഖലകളിലേക്കും സ്വയം പര്യാപ്ത ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുക. നമ്മളെപ്പോഴും ഒരു ജോലി എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഇത് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ രംഗം നല്ല രീതിയിൽ വളരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആൾക്കാർ എല്ലാം, നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവുകയില്ല സാധനം വാങ്ങിക്കാൻ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. എല്ലാവരും അത് ഓൺലൈനിലോ ബുക്ക് ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് വിലക്കുറവ് എവിടെ കിട്ടും, നമ്മളതനുസരിച്ച് പോകുന്നു. പക്ഷെ നമുക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളൊരു സ്ഥാപനത്തിൽ ഈ പറഞ്ഞതുപോലെ 10-100 എംപ്ലോയീസിലധികം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെയും കൂടെ നമ്മളൊന്ന് കണക്കിലെടുത്ത് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നും കൂടെ വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സർക്കാർ വൃത്തങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക. നമുക്കറിയാം, ഭാരിച്ച കറണ്ട് ബില്ല്, ഈ പറഞ്ഞ ടാക്സുകൾ എല്ലാം വളരെ കൂടുതലാണ്. ഇപ്പം നമ്മളൊരു സ്ഥാപനം നമ്മൾ കേരളത്തിൽ നടന്നു പോകാൻ വേണ്ടി. അപ്പം അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിലിടപെട്ട് ഈ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു നല്ല നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.